ഈ താഴെ കാണിച്ചേക്കുന്ന ഒരു ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ സിനിമാ നടി ഗ്രേസ് ആന്റണിയുടെ വിവാഹം കഴിഞ്ഞു. പങ്കെടുത്തത് 15 പേർ. ആർഭാടമില്ലാത്ത ലളിതമായ ഒരു വിവാഹമായിരുന്നു തങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. 9 വർഷത്തെ പ്രണയത്തിന് സാഫല്യം, ആഡംബരമില്ലാത്തതും ലളിതവുമായ വിവാഹത്തിന് മാതാപിതാക്കൾ പിന്തുണച്ചു. തികച്ചും 15 പേരുടെ ഒരു ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. ആ വിവാഹം സന്തോഷമായി നടന്നു. ഇനി ഭാവിയിലേക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഇത് കണ്ടപ്പോൾ അവർ ഒരു സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ വർഷം, അതായത് 2024 ഒരു ഏജൻസി നടത്തിയ സർവേ പ്രകാരം 22,810 കോടി രൂപയാണ് കേരളീയർ വിവാഹത്തിന് വേണ്ടി ചെലവാക്കി കളഞ്ഞത്. അതായത് ഒരു ഇൻകം ജനറേറ്റിംഗ് അല്ല വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ പൈസ ചെലവാക്കി കളയുന്നത്. ഒരു ഇൻകം ജനറേറ്റിംഗ് അല്ല പറയുന്നത്. കടം വാങ്ങിച്ചു, ലോണുകൾ എടുത്തു, അനാവശ്യ ആഡംബരങ്ങൾ വിവാഹത്തിന് കാണിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാട്ടോ, ഈ ഒരു വിവാഹത്തിലൂടെ പലർക്കും ഒരു 100 കണക്കിന് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രി, കാറ്ററിങ് അല്ലെങ്കിൽ മേക്കപ്പ്, അങ്ങനെ ഒരുപാട് ഡ്രസ്സ്, ഒരുപാട് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ ഒരു ആഡംബര വിവാഹത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ചെലവാക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നാം നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തും വേണമെങ്കിൽ തിരിഞ്ഞു നോക്കിക്കോളൂ. എത്രയോ പേർ ഇല്ലാത്ത പൈസ മുടക്കി മാതാപിതാക്കളെ കൊണ്ട് നിർബന്ധിച്ച് പല ചടങ്ങുകളും നടത്തുന്ന പെൺകുട്ടികളുമുണ്ട്, ലോണുകൾ എടുക്കുന്ന ആൺകുട്ടികളുമുണ്ട്, അല്ലെങ്കിൽ തന്നെ ലോണുകൾ എടുക്കുന്ന പെൺകുട്ടികളുമുണ്ട്. അനാവശ്യ ആഡംബരത്തിന് വേണ്ടി ജീവിതത്തിൽ ഒരിക്കലേ ഈ വിവാഹം കഴിക്കുകയുള്ളൂ. അതിന്റെ പേരിൽ കുറച്ച് ആഡംബരമൊക്കെ ആകാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ കല്യാണം പോലും കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഗിഫ്റ്റായി കിട്ടിയ ഈ ഒരു ചിലപ്പോൾ സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ വിൽക്കുകയോ പണയം വെക്കുന്നവരെയോ കാണാം നമുക്ക്. ചിലപ്പോൾ ഈ ഒരു കല്യാണ ചെലവിന്റെ പല കാര്യങ്ങളും തീർക്കാൻ, അല്ലെങ്കിൽ തന്നെ ഈ ലോൺ അടക്കാൻ പിന്നീടുള്ള മാസങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ മോളെ കെട്ടിച്ചയച്ചതിന് വേണ്ടി കുറച്ച് ആഡംബരങ്ങൾ കുറക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കടം കുറഞ്ഞു കിട്ടിയാൻ എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകും. പക്ഷെ ഈ ആഡംബരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് അനുഭവിക്കേണ്ടത് ആ ഒരു ദമ്പതികളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളായിരിക്കും എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ തുറന്നാൽ നാം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ എത്രയോ ചടങ്ങുകളാണ് നാം കേരളത്തിലെ, ഞാനൊക്കെ ഒരു ചെറുതായിരുന്നപ്പോൾ കേൾക്കാത്ത പല ചടങ്ങുകളുടെയും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് ഇത്തരം ചടങ്ങുകളൊക്കെ ഇപ്പോൾ കേരളീയർ നടത്തുന്നുണ്ടോ എന്ന് ആലോചിച്ചു പോകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിന് മാതൃകയാകട്ടെ. അപ്പോൾ ഈ വാർത്ത ആരെങ്കിലും കേട്ടിട്ടെങ്കിൽ 10 പേരിലേക്ക് ഈ വാർത്ത എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളുമായി ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇത്തരം കാര്യങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇനിയും വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ.